ഹലോ ഗൈസ്, ഞാൻ എല്ലാവരും കൂടി മെൻഡോടെ പോവാണ്. സഫി എനിക്ക് തരാതെ മെൻഡോസ് നീനെ. അപ്പൊ അതിന്റെ റിവൻസ് ആയിട്ട് ഞാൻ ഓളെ മുന്നിൽ തന്നെ ഡയറി മിൽക്ക് എന്നൊരു വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ മെൻഡോടെത്തിയപ്പോൾ നമ്മൾ ചെക്കനത് ഭയങ്കര ഫോമിൽ കുത്തിരിക്കണേ. വൈകുന്നേരം വരെയുള്ള ട്യൂഷൻ ഉച്ചക്ക് ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഞാൻ ആ നെറ്റിക്കുന്ന കാഴ്ച കണ്ടത്. എന്റെ പുളിഷാളിന്റെ അതേ ഒരു അപ്പരനാണ് എന്റെ വീട്ടിലേയും പെട്ട് നിൽക്കുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിയണത്. നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കസിന്റെ കുട്ടിനെ കാണാൻ പോകുന്നത്. എല്ലാവരും കെട്ടുവരും നമുക്ക് കണ്ടുവരാം. ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗി. വെറുതെ അവിടെ തേറാപ്പാറ വീടെടുത്ത് നടക്കുമ്പോ എനിക്ക് കിട്ടിയ പണിയാണിത്. ഞാൻ പിന്നെ ഇടുക്കായിട്ട് എന്തിനാ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണതല്ലേ. അപ്പോഴാണ് നമ്മളെ ചെക്കൻ പറയണ ഒരു 10 രൂപ നമുക്ക് എന്തെങ്കിലും പോയി മേടിക്കാന്ന്. അങ്ങനെ ഓല കടയിൽ പറഞ്ഞിട്ടാണ് ഞാൻ വൈമ്പൽ ഇങ്ങനെ കാവലായി നിൽക്കേനി. ഈ സെന്തൂര കണ്ടിട്ട് അത് നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തിന് ഓർമ്മ വരുന്നുണ്ടോ? ഇവനാ ഇത് വാങ്ങിയത്. അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിച്ചത്. അങ്ങനെ ചെക്കൻ വാങ്ങി തന്നെ നോക്കുക കറുമുറ തിന്ന് ഞാൻ അവത്ത് കണ്ട് കീറിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. നല്ലൊരു പണി ഉണ്ട്, എന്നിട്ട് പണിക്ക് പോവാ, പൈസ ഉണ്ടാക്കാൻ അല്ലാതെന്താ. ഓ ശരിക്കുള്ള ഡോക്ടറല്ല, ഓൻ പുറത്ത് പോയി ഡോക്ടറായതാ, ഡ്യൂപ്ലിക്കേറ്റാ. കല്യാണം കഴിഞ്ഞ ദുബായിക്ക് പോയവിടെ ഓൾക്കും പോണല്ലോ. ഓ എന്താ പോളോ ഹുങ്ക്, ഓള് പോയവിടെ അമ്മായിമക്കാരുണ്ടാവുക. ഇതൊരു മെലിഞ്ഞിട്ട പെണ്ണെ ആ കമ്പിമ പിടിച്ചു കാറ്റടിച്ചാ പറ. അങ്ങനെ പരദൂഷണ കമ്മിറ്റിക്ക് കഴിഞ്ഞ് നമ്മൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിൽക്കട്ടെ, എന്തൊക്കെയായിരുന്നു. ഇനി എന്തോന്നും കൊലയെടുത്തിട്ട് വെട്ടും. തേങ്ങാക്കൊലൊന്നല്ല, ഒന്നും നോക്കിയില്ല, നല്ല ഒറിജിനൽ വാഴക്കൊലനാട് മേടിച്ച്. അങ്ങനെ മനോഹരമായ വൈകൾ താണ്ടി നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. കുട്ടിന്റെ ഒരേ ഒരു ഇളാപ്പേണവൻ. ഇന്നത്തെ ഇവൻ ഇങ്ങനെ ആയില്ലെങ്കിലാ. ബേസിക്കലി ചെക്കനൊരു ഇൻവേർട്ടർ ആയി പോയി. എന്ത് ചെയ്യാനാ? ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാം. വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ ഇത് ആരെടുത്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് റാഹത്തായിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ടെറസിന്റെ മുകളിൽ കാറ്റുള്ള ദുരപ്പോഴാണ് നമ്മുടെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നത്. ആരെങ്കിലൊക്കെ വിളിച്ച് പറ്റിച്ചാലോ. അതിന്റെ ഓരോരുത്തരെ വിളിച്ച് പറ്റിച്ച് രാത്രിയാവുമ്പോൾ നമ്മളെ കലാപരിപാടി നല്ല നീണ്ടു നിന്നേ. അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ പ്രാങ്കോളിന്റെ വീഡിയോ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ പറ്റുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ആക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണോട് അമർത്തിക്കാലേ.